Warning. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ചെറിയ ഒരു തോട്ട് മാത്രം നിങ്ങളുമായി സംസാരിച്ച് 5 മിനിറ്റ് കൊണ്ട് എന്നെ ദൈവസന്നിധിയിലായപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27:10. ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് മേറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ഈ അധ്യായത്തിന് തന്നെ 1-ാമത്തെ വാക്യം യൂലിയോസിനെ ഏൽപ്പിച്ചു. അതിന്റെ 3-ാം വാക്യം വായിക്കുന്നു. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു, സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. ഞാൻ പൗലോസിനെ കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ യൂലിയോസിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജൂലിയസ് അല്ലെങ്കിൽ യൂലിയോസ് എന്ന് പറയുന്ന യൗവനക്കാരനായ ഒരു ശതാധിപൻ, അദ്ദേഹം പൗലോസിനെ വളരെയധികം സ്നേഹിച്ച, പൗലോസ് ദൈവത്തിൻ്റെ പ്രവാചകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അപ്പോസ്റ്റലാണ് എന്ന് വിശ്വസിച്ച, പൗലോസ് പറയുന്നതെല്ലാം സംഭവിക്കും എന്ന് വിശ്വസിച്ച, പൗലോസിനെ വളരെയധികം സ്നേഹിച്ച യൗവനക്കാരനായ ഒരു ശതാധിപനായിരുന്നു, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജൂലിയസ് അല്ലെങ്കിൽ യൂലിയോസ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അദ്ദേഹം പൗലോസിനെ പുറത്തുപോയി തൻ്റെ സ്നേഹിതന്മാരെ കാണുന്നതിന് വേണ്ടി അനുവദിച്ചു. ഈ അധ്യായത്തിൻ്റെ തന്നെ അവസാന ഭാഗങ്ങളിലും നാം അദ്ദേഹം പൗലോസിനെയും മറ്റ് തടവുകാരെയും സഹായിക്കുന്നതിനെ കുറിച്ചെല്ലാം വായിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്താണ്? പൗലോസ് അദ്ദേഹത്തോട് പറയുന്നു, താൻ വളരെ ബഹുമാനിക്കുന്ന, പൗലോസ് പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന യൂലിയോസിനോട് പൗലോസ് പറയുന്നു, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇവിടെ തന്നെ താമസിക്കാം, ഇവിടെ തന്നെ പോകാൻ, ഇവിടെ തന്നെ താമസിക്കാം. എന്നാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ, മാലൂമി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ആണ്, ആ ഷിപ്പിന്റെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഷിപ്പിന്റെ ഓണറും ഇദ്ദേഹത്തോട് എന്ത് പറയുന്നു? ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നു. യൂലിയോസ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രശ്നത്തിൽ വന്ന് പെട്ടൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നു എന്ന് വരാം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന ഒരു വശത്ത് നിൽക്കുന്നു. ഒരു പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായം, എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് നാം ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം മറ്റു സ്ഥലത്ത് നിൽക്കുന്നു. നാം ഏത് തീരുമാനം എടുക്കും എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. യൂലിയോസ് പൗലോസ് പറഞ്ഞത് കേൾക്കാതെ എന്ത് ചെയ്തു? മാലൂമിയും അതുപോലെ തന്നെ ഈ കപ്പൽ ഉടമസ്ഥരും പറയുന്ന വാക്കുകൾ കേട്ടു. എന്തുണ്ടായി? ആദ്യം തന്നെ വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥയായിരുന്നു അവർക്കുണ്ടായത്. ഒരു തെക്കൻ കാറ്റടിച്ചു, തങ്ങൾക്കൊരു അവസരം കിട്ടി എന്നവർ വിചാരിച്ചു. അവർ ആ അവസരത്തിനൊട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു പക്ഷേ സമൂഹത്തിന്റെ അഭിപ്രായത്തോടൊപ്പം നാം നിന്നാൽ, പൊതുസമൂഹത്തിന്റെ അഭിപ്രായത്തോടൊപ്പം നാം നിന്നാൽ നമുക്ക് ഇനീഷ്യലി ചില തെക്കൻ കാറ്റുകളെല്ലാം കിട്ടി എന്ന് വരാം. എന്നാൽ പൗലോസിന്റെ അഭിപ്രായത്തോടൊപ്പം യൂലിയോസ് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാവരുടെയും ഡിസ്പ്ലീസിന്, അവിടെ എല്ലാവരുടെയും ദേഷ്യത്തിന് അല്ലെങ്കിൽ അപ്രീതിക്ക് ഒരു പക്ഷേ യൂലിയോസ് കാരണക്കാരൻ ആകുമായിരുന്നു. എന്നാൽ ഈ തെക്കൻ കാറ്റ് അധിക കാലം നീട്ടുന്നില്ല. അവരുടെ ജീവിതത്തിൽ വലിയൊരു ഈശാനമൂലൻ അടിക്കുന്നു വേണ്ടി ഇടയായിത്തീർന്നു. പ്രിയദൈവങ്ങളെ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രിയ യുവജനങ്ങളെ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ എപ്രകാരമുള്ള തീരുമാനങ്ങൾ ആയിരിക്കണം? പൗലോസ് പോലെയുള്ള ചില ആളുകൾ പറയുന്ന തീരുമാനങ്ങൾ ആയിരിക്കണമോ? അല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നോളജ് കൊണ്ട്, നമ്മുടെ തോട്ട്സ് കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകൾ പറയുന്നത് കേട്ട് ആളുകളുടെ ഡിസ്പ്ലീസിന് വിധേയമാകാതെ ഇരിക്കാൻ
മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തീരുമാനങ്ങളാകണമോ നാം എടുക്കേണ്ടത്? മറ്റൊരു ഭാഗത്തിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദാനിയേലിന്റെ പുസ്തകം, അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വായിക്കാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പകവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിയിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. നോക്കുക, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 യവനക്കാരായ ആളുകൾക്ക് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? രാജാവ് നിർത്തിയിട്ടുള്ള ബിംബത്തെ നിങ്ങൾ എല്ലാവരും നമസ്കരിക്കണം. നോക്കുക, ഞാൻ ആ ഭാഗം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നോക്കുക, ഒരു വലിയ ഒരു സമഭൂമിയിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും കൂടി നിൽക്കുകയാണ്. നടുവിൽ രാജാവ് നിൽക്കുന്നു, രാജാവ് നിർത്തിയിട്ടുള്ള ബിംബം നിൽക്കുന്നു. അവിടെ വാദ്യവും ഘോഷവും എല്ലാം ഒന്നിച്ചിട്ട് ട്രംപറ്റുകളെല്ലാം മുഴങ്ങുമ്പോൾ എല്ലാവരും, ഈ രാജ്യത്തെ എല്ലാവരും ഒന്നിച്ച് കമിഴ്ന്ന് വീണ് ഈ ബിംബത്തെ നമസ്കരിക്കുന്നു. 3 പേർ മാത്രം ഈ വലിയ സമഭൂമിയിൽ ഈ ചുറ്റും നിൽക്കുന്ന ആളുകളെ നോക്കി 3 പേർ മാത്രം ഒന്നിച്ച് നിവർന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. നോക്കുക, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ മക്കൾ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയും കുറ്റം പറയുണ്ടാകും. നിങ്ങൾ കാരണം ഞങ്ങൾ കൂടി പ്രശ്നം വരുന്നു, ഞങ്ങൾ കൂടി ഒരുപക്ഷെ പ്രശ്നങ്ങൾ വരുന്നു എന്ന് ഇസ്രായേൽ മക്കൾ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയും കുറ്റം വിധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നെബൂഖദ്നേസർക്ക് ഒരു സെക്കൻഡ് അവസരം കൊടുക്കുകയാണ്. നെബൂഖദ്നേസർ അവരെ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ കുറിച്ച് പരാതി കിട്ടി, ഇപ്പോൾ നിങ്ങളൊരു കാര്യം, ഞാൻ വീണ്ടും ഇവിടെ ട്രംപറ്റ് മുഴക്കും, നിങ്ങളെല്ലാവരും ഇതിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ റെഡി ആയിക്കൊള്ളുക. അപ്പോൾ ശദ്രക്ക് പറയുന്ന അല്ലെങ്കിൽ മേശക്ക് പറയുന്ന ആ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. There is no role for a debate here. There is no room for a discussion. ഇവിടെ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ലൈക്ക് ഞങ്ങൾ ഫുള്ള് വിടില്ല, ഒരു പകുതി വിടാം, അല്പം മാറ്റങ്ങൾ നമുക്ക് തരാൻ പറ്റുമോ എന്നൊരു നെഗോഷിയേഷന്റെ ആവശ്യം അവിടെ ഇല്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം മാറ്റിത്തരുമോ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യം അവിടെയില്ല. there is no room for discussion. ഞങ്ങൾ ഇവിടെ ഒരു ഡിസ്കഷന് വേണ്ടി വന്നതല്ല. ഞങ്ങൾക്ക് നിന്നോട് അഭിപ്രായം, ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട പോലെ ആവശ്യമില്ല. we are convinced that എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കുന്ന പ്രശ്നമില്ല. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, പുതിയ കോളേജുകളിലേക്ക് നാം പോകുന്നതിന് മുമ്പ്, പുതിയ ഓഫീസുകളിലേക്ക് നാം പോകുന്നതിന് മുമ്പ്, പുതിയ സിറ്റുവേഷനിലേക്ക് നാം പോകുന്നതിന് മുമ്പ് നാം കൺവിൻസ്ഡ് ആയിരിക്കണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഒരു ഡിസ്കഷൻ ചെയ്യേണ്ട, ഒരു ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. വി ഹാവ് ടു ബി കൺവിൻസ്ഡ്, ഐ എം ഗോയിങ് ടു ഡു ദിസ്. അതിൻ്റെ അപ്പുറത്ത് എന്ത് സംഭവിച്ചാലും, എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, ഐ ആം ഗോയിങ് ടു ഡു ദിസ് എന്നൊരു കൺവിക്ഷനോടുകൂടി നാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, പ്രിയ യുവജനങ്ങളെ, നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയും കൂടെ ഇറങ്ങി വരാനായ കർത്താവ് നമ്മോടൊപ്പവും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.